ഇന്ന് ലോകമെമ്പാടും എന്നെ വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന മക്കളെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ വന്ദനം ചെയ്യുന്നു. പ്രിയമുള്ളവരെ, നിങ്ങളെ അഭിസംബോധന ചെയ്യുവാൻ ഈ ആയുസ്സിൽ കർത്താവ് ഒരുക്കിയ പിന്നെയും നൽകിയ നല്ല പ്രാഗൽഭ്യത്തിനായി, നല്ല ആരോഗ്യത്തിനായി, വലിയ കൃപയ്ക്കായി യേശുവിന് മഹത്വം കൊടുക്കുന്നു. കൊളോസ് ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 10, 11, 12 വാക്യങ്ങൾ, പ്രധാനമായിട്ട് 9 മുതലുള്ള വാക്യങ്ങൾ വായിക്കുന്നു. അതുകൊണ്ട് ഞങ്ങൾ അത് കേട്ട നാൾ മുതൽ നിങ്ങൾക്ക് വേണ്ടി ഇടവിടാതെ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ പൂർണ്ണ പ്രസാദത്തിനായി കർത്താവിന് യോഗ്യമാവണ്ണം നടന്ന്, ശ്രദ്ധിക്കണേ ആ വാക്കുകൾ, നിങ്ങൾ പൂർണ്ണ പ്രസാദത്തിനായി കർത്താവിന് യോഗ്യമാവണ്ണം നടന്ന് ആത്മീകമായ സകല ജ്ഞാനത്തിലും വിവേകത്തിലും അവന്റെ ഇഷ്ടത്തിന്റെ പരിജ്ഞാനം കൊണ്ട് നിറഞ്ഞു വരണമെന്നും സകല സൽപ്രവൃത്തിയിലും ഫലം കായ്ച്ചും ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ വളരണമെന്നും സകല സഹിഷ്ണുതയ്ക്കും ദീർഘക്ഷമയ്ക്കുമായി അവന്റെ മഹത്വത്തിന്റെ വല്ലഭത്തിനൊത്തവണ്ണം പൂർണ്ണ ശക്തിയോടെ ബലപ്പെടണമെന്നും വിശുദ്ധന്മാർക്ക് വെളിച്ചത്തിലുള്ള അവകാശത്തിനായി നമ്മെ പ്രാപ്തരാക്കുകയും നിങ്ങൾ പ്രാപ്തരാകുകയും വേണമെന്ന്, നമ്മെ പ്രാപ്തരാക്കി നമ്മെ ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ച് സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിലാക്കുകയും ചെയ്ത പിതാവിന് സന്തോഷത്തോടെ സ്തോത്രം ചെയ്യുന്നവരാകണമെന്നും അപേക്ഷിക്കുന്നു. പ്രിയമുള്ളവരെ, പൗലോസ് കൊളോസോസിലുള്ള വിശുദ്ധന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ച ഒരു പ്രാർത്ഥനയുടെ വാക്കുകളാണ് നമ്മളിപ്പോൾ ഇന്ന് കേൾക്കുന്നത്. 10-ാം വാക്യത്തിൽ 9-ാം വാക്യത്തിൽ താൻ പറയുന്നു, ഞാൻ ഇടവിടാതെ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എന്തിനാ പൗലോസ് ഇടവിടാതെ പ്രാർത്ഥിക്കുന്നത്? നിങ്ങൾ പൂർണ്ണ പ്രസാദത്തിനായി കർത്താവിന് യോഗ്യമാവണ്ണം നടന്ന്, ഹല്ലേലൂയ, നോക്കിയേ, പൂർണ്ണ പ്രസാദത്തിനായി കർത്താവിന് യോഗ്യമാവണ്ണം നടന്ന്. എന്നോട് ചേർന്ന പദം ഒന്ന് പറയാം, പൂർണ്ണ പ്രസാദം. അവരൊക്കെ പറഞ്ഞാട്ടെ, പൂർണ്ണ പ്രസാദം. ദൈവമക്കളെ, നാം ദൈവപ്രസാദത്തിൽ ജീവിക്കുന്നവരല്ല, കർത്താവിൻ്റെ പൂർണ്ണ പ്രസാദം ലഭിച്ചവരാണ്. കരമടിച്ചൊന്ന് കർത്താവിൻ്റെ മഹത്വം. ഹല്ലേലൂയ. പുത്രനിലൂടെയാണ് ദൈവം നമ്മുടെ മേൽ പ്രസാദിച്ചത്. പുത്രനിൽ ദൈവം പ്രസാദിച്ചത് കൊണ്ടാണ് നമ്മിൽ ദൈവം പ്രസാദിച്ചത്. പ്രിയമുള്ളവരെ, നിങ്ങളുടെയോ എൻ്റെയോ ഒരു പ്രവൃത്തിയും കണക്കിലെടുത്തിട്ടല്ല നിങ്ങളുടെ മേലും എൻ്റെ മേലും ദൈവം പ്രസാദിച്ചത്. നിങ്ങളുടെയും എൻ്റെയും ഒരു പ്രവൃത്തിയും കണക്കിലെടുത്ത് നിങ്ങളുടെ മേൽ എൻ്റെ മേലും പ്രസാദിക്കുവാൻ ദൈവത്തിന് കഴിയുകയില്ല. കാരണം നമ്മുടെ ഒരു പ്രവൃത്തിയും നല്ലതല്ലായിരുന്നു. എന്നാൽ പുത്രൻ്റെ പ്രസാദത്താൽ നമ്മുടെ മേൽ പൂർണ്ണ പ്രസാദം ദൈവത്തിന് തോന്നിയിരിക്കുകയാണ്. നിങ്ങൾ പൂർണ്ണ പ്രസാദത്തിനായി കർത്താവിന് യോഗ്യമാവണ്ണം നടന്ന്, അടുത്തത് ആത്മീകമായ സകല ജ്ഞാനത്തിലും. പൂർണ്ണ പ്രസാദത്തിനായി കർത്താവിന് യോഗ്യമാവണ്ണം നടക്കുക എന്ന് പറയുന്നത് തുടർമാനമായ ഒരു പ്രോസസ്സാണ്. പക്ഷേ ഈ ട്രാക്കിലേക്ക് നമ്മെ അവനെ എത്തിച്ചതുകൊണ്ടാണ് അങ്ങനെ നമുക്ക് നടക്കാൻ കഴിയുന്നത്. പൂർണ്ണ പ്രസാദത്തിലേക്ക് യേശു എന്നെ എത്തിച്ചതുകൊണ്ടാണ് അവൻ്റെ പൂർണ്ണ പ്രസാദത്തിൽ എനിക്ക് നടക്കാൻ പറ്റുന്നത്. എത്ര പേര് കേട്ടു? ഒന്നുകൂടെ പറയാം. യേശു ക്രിസ്തുവിലൂടെ പിതാവായ ദൈവത്തിൻ്റെ പൂർണ്ണ പ്രസാദത്തിലേക്ക് എന്നെ എത്തിച്ചതുകൊണ്ടാണ് ആ പൂർണ്ണ പ്രസാദത്തിൽ എനിക്ക് നടക്കാൻ കഴിയുന്നത്. ഹല്ലേലൂയ. നടന്ന് പ്രസാദിപ്പിക്കുന്നവനല്ല ഞാൻ, പ്രസാദിപ്പിക്കപ്പെട്ടതുകൊണ്ട് ആ പൂർണ്ണ പ്രസാദത്തിൽ നടക്കുന്നവനാണ് ഞാൻ. കരമടിച്ചൊന്ന് കർത്താവിനൊന്ന് മഹത്വം കൊടുക്കും. ഹല്ലേലൂയ. നിങ്ങൾ പൂർണ്ണ പ്രസാദത്തിനായി കർത്താവിന് യോഗ്യമാവണ്ണം നടക്കുക. അപ്പം കർത്താവിന് യോഗ്യമാവണ്ണം നടക്കുന്നതാണ് ദൈവത്തിൻ്റെ പൂർണ്ണ പ്രസാദം. കർത്താവിന് യോഗ്യമാവണ്ണം നടക്കുന്നത് എങ്ങനെയാണ്? കർത്താവിനെ അനുഭവിച്ചിട്ടുള്ള നടപ്പാ കർത്താവിന് യോഗ്യമാവണ്ണം നടപ്പ്. യേശുവിനെ സ്വീകരിച്ച ശേഷമുള്ള നടപ്പാ കർത്താവിന് യോഗ്യമാവണ്ണമുള്ള നടപ്പ്. അതാണ് ദൈവത്തിന് പ്രസാദകരമായ നടപ്പ്. ആ നടപ്പിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നത്? അടുത്ത വാക്ക്, ആത്മീകമായ സകല ജ്ഞാനത്തിലും. കുറച്ചൊരു കൊളോസോസിലെ പശ്ചാത്തലവും കൂടെ ഈ വാക്യത്തിൻ്റെ പുറകിലുണ്ട്. അവിടെ ജ്ഞാനവാദികൾ എന്ന് പറയുന്നൊരു കൂട്ടരായിരുന്നു ഉണ്ടായിരുന്നത്. ജ്ഞാനവാദികൾ യേശു ക്രിസ്തുവിനെ വേണ്ട, അറിവ് മതി എന്ന ചിന്തയ്ക്ക് അധീനരാണ്. അതുകൊണ്ടാണ് ആ ചിന്തയിൽ അധിഷ്ഠിതരാണ്. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത് സകല ജ്ഞാനത്തിലും നിങ്ങൾ നിറയണം. പിന്നെ സകല ജ്ഞാനത്തിലും, അടുത്തത് വിവേകത്തിലും അവന്റെ ഇഷ്ടത്തിന്റെ പരിജ്ഞാനം കൊണ്ട്. കംപ്ലീറ്റ് നോക്കി എല്ലാം കൊണ്ട് എത്തിക്കുന്നത് അവനിലാണ്.
അവനില അവൻ്റെ ഇഷ്ടം, അവൻ്റെ ഇഷ്ടത്തിൻ്റെ പ്രസാദത്തിനൊത്തവണ്ണം നടന്ന്, അവൻ്റെ സ്നേഹത്തിൽ നടന്ന്, അവൻ്റെ നിറവിൽ നടന്ന്, അവൻ്റെ പരിജ്ഞാനത്തിൽ നടന്ന്, അവൻ്റെ പൂർണ്ണ പ്രസാദത്തിൽ നടന്ന്, പ്രിയമുള്ളവർ, യേശുക്രിസ്തുവിലായി നിങ്ങൾ എപ്പോൾ മാറുന്നു ആ സെക്കൻഡ് മുതൽ ഇനി നിങ്ങളുടേതല്ല പരിഗണിക്കപ്പെടുന്നത്, യേശുവിൻ്റേതാണ് നിങ്ങളുടെ കെയർ ഓഫിൽ പരിഗണിക്കപ്പെടുന്നത്. നിങ്ങൾക്ക് പകരം പരിഗണിക്കപ്പെടുന്നത് യേശുവിൻ്റേതാണ്. നിങ്ങൾ ഈ വാക്യം നോക്കി, പൂർണ്ണ പ്രസാദത്തിനായി കർത്താവിന് യോഗ്യമാവണം നടന്ന് ആത്മീയമായ സകല ജ്ഞാനത്തിലും വിവേകത്തിലും അവൻ്റെ ഇഷ്ടത്തിൻ്റെ പരിജ്ഞാനം കൊണ്ട് നിറഞ്ഞു വരണം കേട്ടോ. അവൻ്റെ ഇഷ്ടത്തിൻ്റെ പരിജ്ഞാനത്തിലാണ് നിറവുള്ളത്. ഹല്ലേലൂയ. അവൻ്റെ ഇഷ്ടത്തിൻ്റെ പരിജ്ഞാനത്തിലാണ് നിറവുള്ളത്. അവൻ എന്നോടും നിന്നോടും തോന്നിയ ഇഷ്ടത്തിൻ്റെ പരിജ്ഞാനത്തിലാണ് ഞാൻ സകല ജ്ഞാനത്തിലും വിവേകത്തിലും നിറയുന്നത്. ഒന്നുകൂടെ ഞാൻ പറയട്ടെ, യേശുവിന് എന്നോടും നിങ്ങളോടും തോന്നിയ ഇഷ്ടത്തിൻ്റെ പരിജ്ഞാനത്തിലാണ്, ഇഷ്ടത്തെക്കുറിച്ചുള്ള തിരിച്ചറിവിലാണ്. അടുത്ത കാര്യം, എൻ്റെ ഇഷ്ടത്തിൻ്റെ പരിജ്ഞാനത്തിലാണ് നിങ്ങൾ സകലത്തിലും നിറഞ്ഞു വരുന്നത്. ഇഷ്ടത്തിൻ്റെ പരിജ്ഞാനത്തിലാണ് നിറവ് വരുന്നത്. നോക്കി സകല ജ്ഞാനത്തിലും വിവേകത്തിലും അവൻ്റെ ഇഷ്ടത്തിൻ്റെ പരിജ്ഞാനം നിമിത്തം നിങ്ങൾ എന്ത് ചെയ്യണം? നിറഞ്ഞു വരയണം എന്നും. കണ്ടോ ഈ തിരിച്ചറിവ് കൊണ്ട് അവൻ്റെ ഇഷ്ടം എൻ്റെ മേൽ വെളിപ്പെട്ടിരിക്കുന്നു. പിതാവിൻ്റെ ഇഷ്ടം അല്ലെങ്കിൽ പുത്രൻ്റെ ഇഷ്ടം വേറെ ഒന്നുമല്ല. പുത്രൻ എന്നിൽ പ്രസാദിച്ചത് എൻ്റെ ഒന്നും നോക്കിയിട്ടല്ല, പിതാവ് എന്നിൽ പ്രസാദിച്ചത് എൻ്റെ ഒന്നും നോക്കിയിട്ടല്ല, പുത്രനെ നോക്കിയിട്ടാ. ഹല്ലേലൂയ. നിങ്ങൾക്കറിയാം, യോർദാനിൽ യോഹന്നാൻ്റെ കീഴിൽ സ്നാനമേറ്റ് യേശു ദൈവപുത്രൻ കരയേറുമ്പോൾ സ്വർഗം തുറന്നു പറഞ്ഞത്, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇനി പുത്രൻ എന്നെ പ്രസാദിപ്പിക്കണം എന്നല്ല, പ്രസാദിച്ചിരിക്കുന്നു. ഐ ആം വെൽ പ്ലീസ്ഡ്, ഇവനിൽ ഞാൻ പൂർണ്ണമായിട്ട് പ്രസാദിച്ചിരിക്കുന്നു. ഈ പൂർണ്ണ പ്രസാദമുള്ള യേശുവാണ് നിങ്ങളുടെ ഉള്ളിൽ വന്നിരിക്കുന്നത്. ഇതാദ്യം മുതലേ ദൈവം വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്ന കാര്യമാണ്. കാരണം മനുഷ്യൻ്റെ പ്രവൃത്തിയാലല്ല, മനുഷ്യൻ ചെയ്യുന്ന യാഗത്തിലല്ല ഞാൻ പ്രസാദിക്കുന്നത്. എനിക്ക് എൻ്റെ പുത്രനിലല്ലാതെ എനിക്ക് പ്രസാദിക്കാൻ പറ്റുകയില്ല. കാരണം മനുഷ്യൻ്റെ 100 നല്ല പ്രവൃത്തിക്കകത്ത് ചീത്ത പ്രവൃത്തി വരുമ്പോൾ ആ പ്രസാദം നഷ്ടപ്പെടുകയാണ്. അതുകൊണ്ട് യേശു വരുമ്പോൾ തന്നെ പറഞ്ഞില്ലേ, യേശു വരുന്നു എന്ന് ദൂതൻ വിളിച്ചു പറഞ്ഞപ്പോൾ തന്നെ പറഞ്ഞു. എന്നായിരുന്നു പറഞ്ഞത്? അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം. അടുത്തത്, ഭൂമിയിൽ ദൈവപ്രസാദം ലഭിച്ചവർ. ഭൂമിയില് മനുഷ്യർക്ക് എന്നാ കിട്ടാൻ പോവാ? ദൈവപ്രസാദം ലഭിക്കാൻ പോവാ. ലഭിച്ചവർക്ക് ഹല്ലേലൂയ. ഭൂമിയിൽ ദൈവപ്രസാദം ലഭിച്ചത് ആരിലൂടെയാണെന്നറിയോ? യേശുവിലൂടെ. കരമടിച്ചൊന്ന് കർത്താവിന് മഹത്വം കൊടുത്തേ. അപ്പൊ പിതാവിന് യോഗ്യമാവണ്ണമുള്ള നടപ്പെന്താ? പുത്രനായ യേശുവിന്റെ പരിജ്ഞാനത്തിലുള്ള, പുത്രനായ യേശുവിൽ ഞാൻ ആരാണെന്നുള്ള പരിജ്ഞാനത്തിലുള്ള എൻ്റെ നടപ്പാണ് പിതാവിന് യോഗ്യമാവണ്ണമുള്ള നടപ്പ്. താഴേക്ക് അത് വിശദീകരിക്കുമ്പോൾ ക്ലിയർ ആകുന്നുണ്ട്. 1-2 വാക്യം കൂടെ നമുക്ക് താഴേക്ക് പോകാം, എന്നിട്ട് നമുക്ക് അതിന് മേളിൽ വരാം. സകല ജ്ഞാനത്തിലും വിവേകത്തിലും അവൻ, 10-ാം വാക്യം, സകല ജ്ഞാനത്തിലും വിവേകത്തിലും അവൻ്റെ ഇഷ്ടത്തിൻ്റെ പരിജ്ഞാനം കൊണ്ട് നിങ്ങൾ സകല സൽപ്രവൃത്തിക്കും നിറഞ്ഞു വരണമെന്നും സകല സൽപ്രവൃത്തിയിലും ഫലം കായ്ച്ച്. കണ്ടോ സകല സൽപ്രവൃത്തിയിലും ഫലം കായ്ച്ച്. യേശുവിനെ സ്വീകരിച്ച നിങ്ങൾ ഇനി സൽപ്രവൃത്തി ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം എന്നാണ് എഴുതിയേക്കുന്നത്. യേശുവിനെ സ്വീകരിച്ച നിങ്ങൾക്ക് സൽപ്രവൃത്തി ഇനി ഫലമാണ്. എന്താ ശ്രമവും ഫലവും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾ പലർക്കും അറിയാൻ കഴിയും. ശ്രമം എന്നിൽ നിന്നുള്ളതും ഫലം വിത്തിൽ നിന്നുള്ളതുമാണ്. ഇവിടെ വിത്ത് ആരാന്ന് നിങ്ങൾക്ക് ഇപ്പൊ തന്നെ മനസ്സിലായി കഴിഞ്ഞു. വിത്താരാ? ഉറക്കെ പറ, വായി തുറന്ന് പറ. വിത്താരാ? വിത്ത് യേശുവാ. യേശുവാകുന്ന വിത്തിനാൽ എന്നിൽ ഉണ്ടാകുന്നത് ആ ഫലം. ആ ഫലമാണ് സൽപ്രവൃത്തി എന്ന് പറഞ്ഞാൽ ഇത് എവിടുന്ന് വരുന്നതാ? വിത്തിൽ നിന്ന് വരുന്നതാ. ഹല്ലേലൂയ. അതുകൊണ്ട് ഇവിടെ വ്യക്തമായിട്ടത് പറയുന്നത്, പരിജ്ഞാനം കൊണ്ട് നിറഞ്ഞു വരണമെന്നും. അടുത്തത്, സകല സൽപ്രവൃത്തിയിലും. കണ്ടോ, പരിജ്ഞാനം കൊണ്ട് നിറഞ്ഞു വരുമ്പോഴാണ് സൽപ്രവൃത്തി എന്ന ഫലം പുറത്തു വരുന്നത്. യേശുവിൽ ദൈവം എൻ്റെ മേൽ പ്രസാദിച്ചിരിക്കുന്നു എന്ന അറിവിലാണ്, ആ പരിജ്ഞാനത്തിൽ വർദ്ധിച്ചു വരുമ്പോഴാണ് സൽപ്രവൃത്തി എന്ന ഫലം എന്നിൽ പുറത്തു വരുന്നത്. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ആമേൻ. കുറച്ചുകൂടെ ഞാനൊന്ന് വ്യക്തമായിട്ട് പറയാം. യേശുവിനെ സ്വീകരിച്ചപ്പോൾ നിങ്ങൾ വിത്താണ് സ്വീകരിച്ചത്. യു റിസീവ് ദ സീഡ്. നിങ്ങൾ വിത്ത് സ്വീകരിച്ചു. ഒന്ന് പറഞ്ഞ്, ഞാൻ വിത്ത് സ്വീകരിച്ചു. ഈ വിത്തിലുള്ളത്, ഈ വിത്ത് വളരുമ്പോഴല്ലേ പുറത്തു വരുന്നേ. ആ പാവക്കയുടെ ആ നഖത്തിൻ്റെ എത്രയും വലിപ്പം വരുന്നേ ആ കുരു കണ്ടിട്ടില്ലേ? അതിനകത്തുള്ളതല്ലേ ഈ വലിയ തൂങ്ങിക്കിടക്കുന്ന ആ പാവയ്ക്ക അല്ലേ? ആരോടെങ്കിലും പറഞ്ഞു നോക്കിയാൽ നിങ്ങൾ, ഇതിനകത്ത് പാവയ്ക്ക ഉണ്ടെന്ന് പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കുമോ? ഈ നഖത്തിൻ്റെ അത്രയും വലിപ്പം വരുന്ന ഇതിൻ്റെ അകത്ത് ഇത്രയും നീളമുള്ള ആ സാധനം ഇരിപ്പുണ്ടെന്ന് പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കുമോ?
പക്ഷെ ദിവസങ്ങൾ ചിലത് കഴിയട്ടെ, അതൊന്ന് പൊട്ടാൻ അനുവദിക്കട്ടെ, അതിലൊന്ന് വളർച്ച ഉണ്ടാകട്ടെ, അത് മണ്ണോടൊന്ന് ചേരട്ടെ, അതിനകത്തുള്ളതൊന്ന് പുറത്തു വരട്ടെ. നിങ്ങൾ പോലും അറിയാതെ നിങ്ങൾ കാണാൻ തുടങ്ങും, എൻ്റെ ദൈവമേ, നഖത്തിൻ്റെ അത്രയും വലിപ്പമുള്ള ഇതിൻ്റെ അകത്ത് ഇതൊക്കെ ഉണ്ടായിരുന്നു. പാവയ്ക്കാക്കുരുവിൻ്റെ കാര്യം വിട്ടാരെ കേട്ടോ, അതിനെ പിടിക്കണ്ട, അതിനെ വിട്ടാരെ. ഇനി ഇവിടെ ഇവിടെ പറഞ്ഞിരിക്കുന്ന ഫലം പുറത്തു വരുന്ന വിത്തിനെ കണ്ടാട്ടെ. ഏതാ ഇവിടെ പറഞ്ഞിരിക്കുന്ന വിത്ത്? യേശു എന്ന വിത്ത് എന്നിൽ സ്വീകരിച്ചപ്പോൾ യേശു എന്ന വിത്തിൽ ഉണ്ടായ ഫലമാണ് എന്ത്? സൽപ്രവൃത്തി. അഥവാ യേശുവിനെ സ്വീകരിക്കുന്നതിന് മുമ്പ് ഞാൻ സൽപ്രവൃത്തി ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയായിരുന്നു. എന്തൊക്കെയോ ചെയ്ത് കാട്ടിക്കൂട്ടിയൊക്കെ ഞാൻ മറ്റുള്ളവരുടെ മുമ്പിലൊക്കെ ഇങ്ങനെ സൽപ്രവൃത്തിയൊക്കെ ചെയ്ത് 10 പേര് കാണട്ടെ, ഞാൻ സൽപ്രവൃത്തിയൊക്കെ ചെയ്ത് ഈ ചിന്താഗതിയിലായിരുന്നുവെങ്കിൽ യേശുവിനെ സ്വീകരിക്കുന്നതോടെ ശ്രമം മാറിയിട്ട് ഫലമുണ്ടാവുകയാണ്. ശ്രമത്തിൽ എൻ്റെ എഫേർട്ടും ഫലത്തിൽ അവൻ്റെ എഫേർട്ടുമാണ്. ശ്രമത്തിൽ നിങ്ങളുടെ പരിശ്രമവും ഫലത്തിൽ യേശുവിൻ്റെ പരിശ്രമവുമാണ്. ഇവിടെ പറയുന്ന, ഇവിടെ നിങ്ങൾ വാക്യം നോക്കിക്കോ, സകല ജ്ഞാനത്തിലും വിവേകത്തിലും അവൻ്റെ ഇഷ്ടത്തിൻ്റെ പരിജ്ഞാനം കൊണ്ട് നിറഞ്ഞു വരണമെന്നും. അടുത്തത് സകല സൽപ്രവൃത്തിയിലും. സകല സൽപ്രവൃത്തിയും ആരംഭിക്കാൻ തുടങ്ങി. ഒന്ന് പറഞ്ഞേ, അത് സകല സൽപ്രവൃത്തി. നേരത്തെ ഒരു സൽപ്രവൃത്തിയായിരുന്നു, ഇപ്പൊ സകലതും ആരംഭിക്കാൻ തുടങ്ങി. എടാ, ഇതെങ്ങനെയാണോ ഈ സകല സൽപ്രവൃത്തി എന്നിലൂടെ പുറത്തു വന്നേ? എൻ്റെ ബ്രദറെ, നിങ്ങൾ ശ്രമിക്കുകയാണെങ്കിൽ 1 or 2 ഒക്കെ ചെയ്യാൻ നിങ്ങൾക്ക് പറ്റത്തുള്ളൂ. പക്ഷേ കർത്താവ് നിങ്ങളിൽ നിന്ന് പുറത്ത് വരികയാണെന്നുണ്ടല്ലോ, സകലതും നിങ്ങളിൽ നിന്ന് പുറത്തു വരും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവപ്രസാദത്തിലുള്ള ജീവിതം എന്ന് പറയുന്നത് ഇന്ന് പലർക്കും വെല്ലുവിളിയാണ്. ദൈവപ്രസാദത്തിൽ ജീവിക്കാൻ കഴിയുമോ? പ്രിയമുള്ളവരെ, വെരി സിമ്പിൾ. അല്ലെങ്കിൽ യേശു ഒരിക്കലും പറയത്തില്ലായിരുന്നു എൻ്റെ മുഖം മൃദുവാണ്. നമ്മൾ കേൾക്കുന്ന പോലെയൊക്കെ ആണെങ്കിൽ എൻ്റെ ദൈവമക്കളെ, ഈ ക്രിസ്തീയ ജീവിതം എന്നൊക്കെ പറഞ്ഞാൽ ആകെ നരകതുല്യമാണ്. കമോൺ, യേശു ഇതല്ല പറഞ്ഞേ. യേശു പറഞ്ഞത് എൻ്റെ മുഖം മൃദുവും ലഘുവുമാണെന്നാണ്. എനിക്ക് വഹിക്കാൻ കഴിയാത്തൊരു മുഖം എൻ്റെ മേൽ യേശു വെക്കുകയില്ല. അതിൻ്റെ അർത്ഥം എനിക്ക് വഹിക്കാൻ കഴിയുന്നതാണ് അവൻ എൻ്റെ മേൽ വെച്ചിരിക്കുന്നത്. പിതാവ് പ്രസാദിച്ച പുത്രൻ എന്നിലുള്ളതിനാൽ ആ പുത്രൻ്റെ മേലുള്ള ദൈവപ്രസാദം ഞാൻ പോലും അറിയാതെ എൻ്റെ മേൽ വീഴുകയാണ്. ഞാൻ പോലും അറിയാതെ എന്നിലൂടെ സൽപ്രവൃത്തി വരികയാണ്. നോക്കി ഇവിടെ പറയുന്ന ഓരോന്നും നിങ്ങൾ നോക്കിയോ. സകല ആത്മീയമായ 10-ാം വാക്യത്തിൻ്റെ 2-ാം ഭാഗം. സകല സൽപ്രവൃത്തിയിലും ഫലം കായ്ച്ച്. അല്ല, മേളില് പൂർണ്ണ പ്രസാദത്തിനെ കർത്താവിന് യോഗ്യമാണെന്ന് നടന്ന്. അടുത്തത് ആത്മീകമായ സകല ജ്ഞാനത്തിലും. എങ്ങനെ ഉറക്കെ പറ. കേട്ടില്ല, വായി തുറന്ന് പറഞ്ഞ ആത്മീയമായ സകല ജ്ഞാനത്തിലും. അയ്യോ, ആത്മീയമായ സകല ജ്ഞാനം എനിക്കെങ്ങനെ ഉണ്ടാകുന്നേ? ഹല്ലേലൂയ. ആത്മീയമായ സകല ജ്ഞാനം എങ്ങനെ നിങ്ങൾക്ക് ഉണ്ടാകുന്നതെന്നുള്ള സംശയം നിങ്ങൾക്കുണ്ടാകും. അതുകൊണ്ടാണ് ഇവിടെ ഇത് വ്യക്തമായിട്ട് പറയാൻ തന്നെ പരിശുദ്ധാത്മാവ് ഇഷ്ടപ്പെട്ടത്. ഒരു വാക്യം കൂടെ നമുക്ക് കൊളോസ്യ ലേഖനത്തിൽ നിന്ന് എടുക്കാം. ഹല്ലേലൂയ. 2-ാം അധ്യായത്തിന് 3-ാം. അവനിൽ ജ്ഞാനത്തിന്റെയും പരിജ്ഞാനത്തിന്റെയും നിക്ഷേപങ്ങളൊക്കെ. അവനിൽ 2-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യം. അവനിൽ, ആരില്? യേശുവിൽ ജ്ഞാനത്തിന്റെയും പരിജ്ഞാനത്തിന്റെയും നിക്ഷേപങ്ങളൊക്കെയും, ട്രഷർ, നിക്ഷേപമൊക്കെയും ഗുപ്തമായിട്ടിരിക്കുന്നു, മറച്ചു വെച്ചിരിക്കുന്നു യേശുവിൽ. എന്താ യേശുവിലുള്ള? സകല ജ്ഞാനവും പരിജ്ഞാനവും. ആ യേശു എൻ്റെ ഉള്ളിൽ വന്നിരിക്കുന്നേ. അപ്പൊ എൻ്റെ ഉള്ളിൽ ജ്ഞാനം ഇല്ലേലല്ലേ അതിശയിക്കണ്ടേ? ഇതാ 1:13 പറഞ്ഞേ. ഇനി പുറകോട്ട് പോയി നോക്കിയേ. സകല ജ്ഞാനത്തിലും വിവേകത്തിലും അവന്റെ ഇഷ്ടത്തിന്റെ പരിജ്ഞാനം കൊണ്ട്. കണ്ടോ, സകല ജ്ഞാനവും വിവേകവും അവനിലുള്ളതാ, യേശുവിലുള്ളതാ. യേശു എൻ്റെ ഉള്ളിൽ വന്നപ്പോ യേശുവിലുള്ളത് അഴിച്ചു വെച്ചിട്ടല്ല വന്നേ. യേശുവിൽ ഉള്ളതും കൊണ്ടാ യേശു എൻ്റെ ഉള്ളിൽ വന്നേ. ഒന്ന് പറഞ്ഞേ, യേശുവിൽ ഉള്ളതും കൊണ്ടാ. ഓ, വായി തുറന്ന് പറഞ്ഞേട്ടെ ദൈവമക്കളെ, യേശുവിൽ ഉള്ളതും കൊണ്ടാ യേശു എൻ്റെ ഉള്ളിൽ വന്നേ. ഹല്ലേലൂയ. എല്ലാം ഉള്ള യേശു എൻ്റെ ഉള്ളിൽ വന്നതുകൊണ്ട് ഇവിടെ പറഞ്ഞിരിക്കുക, എനിക്കിപ്പോ സകല ജ്ഞാനമുണ്ട്. 10-ാം വാക്യത്തിന്റെ 2-ാം ഭാഗം. സകല ജ്ഞാനത്തിലും വിവേകത്തിലും, ആത്മീയമായ സകല ജ്ഞാനത്തിലും വിവേകത്തിലും അവന്റെ ഇഷ്ടത്തിന്റെ പരിജ്ഞാനം. കണ്ടോ, അവന്റെ ഇഷ്ടം എനിക്ക് അറിയാൻ കഴിയുന്നു. ഹല്ലേലൂയ. എങ്ങനെ? ഹൗ ഐ നോ ദ വിൽ ഓഫ് ഗാഡ്. എങ്ങനെ എനിക്ക് ദൈവത്തിന്റെ ഇഷ്ടം അറിയാൻ കഴിയും? ദൈവത്തിൻ്റെ ഇഷ്ടം ആരോ വെളിപ്പെടുത്തി പറഞ്ഞിട്ടല്ല ഞാൻ അറിയുന്നത്. ദൈവത്തിൻ്റെ ഇഷ്ടം അറിയാവുന്നവൻ എന്നിലിരുന്ന് ആ ഇഷ്ടത്തിൽ എന്നെ നടത്തുകയാണ്.
കരമടിച്ചൊന്ന് യേശുവിന് മഹത്വം കൊടുത്തേ. നന്ദി യേശുവേ. എനിക്കറിയത്തില്ല ദൈവത്തിന്റെ ഇഷ്ടം ഏതാന്ന്, പക്ഷെ ദൈവത്തിന്റെ ഇഷ്ടം അറിയാവുന്നവൻ എന്നിൽ ഇരുന്ന് ഓരോ ദിവസവും ആ ഇഷ്ടത്തിൽ എന്നെ നടത്തുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നു. ബ്രദറെ, ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ. ഇവിടെ എൻ്റെ എഫോർട്ടിനല്ല സ്ഥാനം. ഞാൻ അനുവദിച്ച ഒരു വിത്തിനെ, ഞാൻ സ്വീകരിച്ച ഒരു വിത്തിനെ, ഒന്നും അടുത്തിരിക്കുന്ന ആൾക്ക് കരം കൊടുത്ത് പറഞ്ഞു, ഒരു വിത്തിനെ നിങ്ങൾ സ്വീകരിച്ചു. യു റിസീവ് ദ സീഡ്. നിങ്ങൾ ഒരു വിത്തിനെ സ്വീകരിച്ചു. നിങ്ങൾ സ്വീകരിച്ച വിത്തിനകത്തുള്ളത് എന്തെല്ലാം ഉണ്ടോ അത് മുഴുവൻ നിങ്ങളിലൂടെ വ്യാപരിക്കുവാൻ തുടങ്ങി. ഒരു വിത്ത് വീണ പരിതസ്ഥിതിയിൽ ആ വിത്ത് വളർന്നു പൊങ്ങുന്ന പോലെ നിങ്ങൾ സ്വീകരിച്ച വിത്താകുന്ന ക്രിസ്തുവിലുള്ളതെല്ലാം നിങ്ങളിലൂടെ പുറത്തു വരാൻ തുടങ്ങി. ഇവിടെ ഒരു വിത്ത് വീണു, അപ്പൊ അത് വളരുന്ന എവിടെ ആയിരിക്കും? ഇവിടെ, ഇവിടെ. അപ്പൊ അതിന്റെ ഫലം പുറപ്പെടുന്ന ഏതുവഴിയായിരിക്കും? ഈ കയ്യിലൂടെ ആയിരിക്കും. അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ വരുന്ന അതിൻ്റെ വളർച്ച വരുന്ന ഇതിലൂടെ ആയിരിക്കും? ഇതിലൂടെ ആയിരിക്കും. കാരണം ഇതിലാ വിത്ത് വീണത്. ഇപ്പം ഞാൻ ഞെട്ടിപ്പോവാ. ആത്മീകമായ സകല ജ്ഞാനവും എന്നിലൂടെ പുറത്തു വരുന്നു, സകല വിവേകവും എന്നിലൂടെ പുറത്തു വരുന്നു, ദൈവത്തിന്റെ പ്രസാദം എൻ്റെ മേൽ പുറത്തു വരുന്നു, ഫലങ്ങൾ എന്നിലൂടെ പുറത്തു വരുന്നു, സൽപ്രവർത്തികൾ എന്നിലൂടെ പുറത്തു വരുന്നു. അയ്യോ, ഇതെങ്ങനെയാ മോനെ? നിന്നിൽ വീണ വിത്തിനാലാ. കരമടിച്ച് ഒന്ന് യേശുവിന് നന്ദി പറഞ്ഞ് ആർത്ത് വിളിച്ച് കർത്താവിനെ സ്തുതിച്ച്. ശ്രമിച്ച കാലത്തൊന്നും ഒരു ഫലം ഉണ്ടായിട്ടില്ല. എന്നാൽ എന്ന് വിത്തിനെ അനുവദിച്ചോ അന്ന് ഞാൻ പോലും അറിയാതെ എന്നിലൂടെ വിത്തിന്റെ ഫലം പുറത്തു വരാൻ തുടങ്ങി. വിത്തിനകത്തുള്ള നിക്ഷേപമാണ് ഫലം. വിത്തിനകത്തുള്ള നിക്ഷേപമാണ് ഫലം. കേട്ടില്ല? വിത്തിനകത്തുള്ള നിക്ഷേപമാണ് ഫലം. വിത്തിനകത്തുള്ളതാണ് ഫലം. വിത്തിനകത്തുള്ളതാണ് ഫലം. വിത്ത് യേശുവെങ്കിൽ ആ വിത്തായ യേശുവിൽ ഉള്ളതാ സൽപ്രവൃത്തി, സകല ജ്ഞാനവും വിവേകവും. വായിക്ക്. അവന്റെ ഇഷ്ടം കൊണ്ട്, അവന്റെ ഇഷ്ടത്താൽ പരിജ്ഞാനം കൊണ്ട് നിറഞ്ഞു വരണമെന്നും. ഇപ്പൊ അവൻ എന്നിൽ നിറയുകയാ. എങ്ങനെ അവൻ എന്നിൽ നിറയാൻ വേണ്ടി ഞാൻ എന്നാ ചെയ്തു? ആകെപ്പാടെ എനിക്കറിയാവുന്നത്, ഞാൻ ഒരു വിത്തിനെ എന്നിൽ അനുവദിച്ചു. ഈ ദിവസങ്ങളിൽ പരിശുദ്ധാത്മാവിൽ ഞാൻ വിളിച്ചു പറയട്ടെ, അമാനുഷികമായ കാര്യങ്ങൾ നിങ്ങളുടെ കണ്ണാലെ നിങ്ങൾ കാണാൻ പോകുന്നു. ഇന്ന് വരെ കേട്ടിട്ടില്ലാത്തത് നിങ്ങളുടെ ചെവിയാൽ നിങ്ങൾ കേൾക്കാൻ പോകുന്നു. ഹല്ലേലൂയ. സകല ജ്ഞാനത്തിന്റെയും വിവേകത്തിന്റെയും പരിജ്ഞാനത്തിന്റെയും ഉറവിടം ഇന്ന് സ്വർഗത്തിലല്ല, നിന്റെ ഉള്ളില മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു. ഗ്രീക്ക് നിനക്ക് കീറാമുട്ടിയല്ല മോനെ, ഹീബ്രു നിനക്ക് കീറാമുട്ടിയല്ല. ആ ഹീബ്രുവിൻ്റെ പുസ്തകം നീ തുറന്നു വെച്ച് നോക്കി, ഹീബ്രു എല്ലാം കൂടി ഇങ്ങോട്ട് കയറാൻ തുടങ്ങും. ഹല്ലേലൂയ. ഗ്രീക്കല്ല, കൊയിനെ ഗ്രീക്ക് നീ പഠിക്കും. അതിൽ നീ എക്സാം എഴുതി വിജയിക്കും. എന്തുകൊണ്ടാണെന്നറിയോ? ഇത് മുഴുവൻ അറിയാവുന്നവനാ നിന്റെ ഉള്ളിലിരിക്കുന്നേ. സകല ജ്ഞാനവും വിവേകവും ഉള്ളവനാ നിന്റെ ഉള്ളിലിരിക്കുന്നേ. പഴയ നിയമത്തിലെ കഥയൊക്കെ വായിച്ചാൽ എനിക്ക് മനസ്സിലാവും. അബ്രഹാം ഇസാക്കും കൂടെ യാഗം കഴിക്കാൻ പോയി. എനിക്ക് നല്ലതായിട്ട് മനസ്സിലാവുന്നുണ്ട് ബ്രദറെ. പക്ഷെ ഇഷ്ടത്തിന്റെ പരിജ്ഞാനത്തിൽ വളർന്നുകൊണ്ട് സൽപ്രവൃത്തിക്കായി സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. അവനിലല്ലോ ദൈവത്തിന്റെ സകല ജ്ഞാനവും സമ്പൂർണ്ണതയും. എന്നതാ ഇതൊന്നും മനസ്സിലാകുന്നില്ലല്ലോ. ഇത് മനസ്സിലാക്കാൻ നിനക്ക് കഴിയും. എന്തുകൊണ്ട്? നിന്റെ എഫോർട്ടിനാലല്ല, നിന്റെ വിദ്യാഭ്യാസത്തിനല്ല, ഇൻ്റലക്ച്വൽ കപ്പാസിറ്റിയാലല്ല, ഗ്രാസ്പിംഗ് കപ്പാസിറ്റിയാലല്ല, മെമ്മറി കപ്പാസിറ്റിയാലല്ല. നത്തിങ് ഇസ് ഓൾ ബൈ ഹിസ് ഗ്രേസ്. അവൻ്റെ കൃപയാൽ നിനക്കിതൊന്ന് സാധ്യമാണ്. എന്തുകൊണ്ട്? വചനം പറയുന്നു, സകല ജ്ഞാനത്തിൻ്റെയും സകല പരിജ്ഞാനത്തിൻ്റെയും നിക്ഷേപമായവൻ നിന്റെ ഉള്ളിലായിരിക്കുന്നേ. അവനിൽ എന്തൊക്കെ ഗുപ്തമായി ഇരിപ്പുണ്ടോ അത് മുഴുവൻ എന്നിൽ ഗുപ്തമായിട്ടല്ല, വെളിപ്പെട്ടിരിക്കുന്നു. അവനിൽ ഗുപ്തമാക്കി വെച്ചത് എന്നിൽ വെളിപ്പെടുത്തിയിരിക്കുന്നു. കഴിഞ്ഞ പ്രാവശ്യം വീട്ടിൽ 3 ദിവസം പ്രാർത്ഥന വെച്ചായിരുന്നു. അന്ന് ബന്ധനമൊക്കെ വീട്ടിൽ വന്ന് അഴിച്ചായിരുന്നു. അതുകൊണ്ടൊരു വലിയ സ്വസ്ഥതയുണ്ടായിരുന്നു. പക്ഷെ ഈ പ്രാവശ്യം അത് പറ്റിയില്ല. എന്താ പറയാനാ, എനിക്ക് താല്പര്യമായിരുന്നു, പക്ഷെ അച്ഛന് ഇഷ്ടമില്ല. അതുകൊണ്ട് ദൈവപ്രസാദം നഷ്ടപ്പെട്ടെന്നാണ് തോന്നുന്നേ. എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഉപവസിക്കുമ്പോൾ പ്രസാദം കിട്ടുകയും നിങ്ങൾ ഉപവാസം ഇരിക്കാതിരിക്കുമ്പോൾ പ്രസാദം പോവുകയും ചെയ്യുന്ന ഒരു പരിപാടി ദൈവത്തിൻ്റെതല്ല. യേശുക്രിസ്തുവില്ല ദൈവം നിങ്ങളുടെ മേൽ പ്രസാദിച്ചിരിക്കുന്നത്. 2-3 പേരോട് കൈ കൊടുത്ത് പറ, യേശുവില്ല ദൈവം നിങ്ങളുടെ മേൽ പ്രസാദിച്ചിരിക്കുന്നത്. നിങ്ങളുടെ പെർഫോമൻസിലല്ല. ഇത് വേർത്തിട്ട് കിട്ടിയതോ, ഇത് ഉരുണ്ടിട്ട് കിട്ടിയതോ, ഇത് തലമുട്ടയടിച്ചിട്ട് കിട്ടിയതോ, ഇത് കമ്മലിമാല ഊരിയിട്ട് കിട്ടിയതോ ഒന്നുമല്ല. ഇത് പുത്രന്റെ പ്രസാദത്തിൽ നിങ്ങളെയും എന്നെ എത്തിച്ചതാ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഏത് പിതാവിൽ, ജീസസ്, ഹല്ലേലൂയ, ഏത് പുത്രനിൽ പിതാവ് പ്രസാദിച്ചോ ആ പ്രസാദത്തിൽ നിങ്ങളും ഞാനും എത്തിയിരിക്കുകയാണ് പ്രിയരെ. ഈ വാക്യം നിങ്ങൾ നോക്കിക്കേ. പരിജ്ഞാനം, ഇഷ്ടത്തിന്റെ പരിജ്ഞാനം കൊണ്ട് നിറഞ്ഞു വരണമെന്നും. അയ്യോ, ഇതിലാ നിറയണ്ടേ.
അവിടെ വലിയൊരു മർമ്മമുണ്ട്, അത് നമുക്കൊന്ന് എടുക്കണം. സകല ജ്ഞാനത്തിലും, അടുത്തത് സകല ജ്ഞാനത്തിലും വിവേകത്തിലും അവന്റെ ഇഷ്ടത്തിന്റെ പരിജ്ഞാനം കൊണ്ട്. അവന്റെ ഇഷ്ടമാണ്, അവന്റെ ഇഷ്ടത്തിന്റെ പരിജ്ഞാനം എന്ന് പറയുന്നത് അവന്റെ ഇഷ്ടത്തെക്കുറിച്ചുള്ള തിരിച്ചറിവാണ്. അവന്റെ ഇഷ്ടം എന്താ? അവന്റെ ഇഷ്ടം മറ്റൊന്നുമല്ല, അവനെ നിങ്ങൾ അനുഭവിക്കുക എന്നുള്ളതാണ്. നിങ്ങളിരിക്കുന്ന യേശുവിനെ നിങ്ങൾ തിരിച്ചറിയുക. ഒന്ന് അടുത്തിരിക്കുന്ന ആളോട് പറഞ്ഞേ, നിങ്ങളിരിക്കുന്ന യേശുവിനെ നിങ്ങൾ തിരിച്ചറിയുക. ദാറ്റ്സ് ഓൾ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതിൽ നിങ്ങൾ നിറഞ്ഞു വരികയും അടുത്ത് വായിക്കുക, ഇഷ്ടത്തിൽ പരിജ്ഞാനം കൊണ്ട് നിറഞ്ഞു വരികയും പിന്നെ നിറഞ്ഞു വരണമെന്നും സകല സൽപ്രവൃത്തിയിലും. കണ്ടോ, ആ ഇഷ്ടത്തിൽ, ആ പരിജ്ഞാനത്തിൽ ദൈവം യേശുവിലൂടെ വെളിപ്പെടുത്തിയിരിക്കുന്ന പുത്രനിലൂടെ വെളിപ്പെട്ട പ്രസാദത്തെക്കുറിച്ചുള്ള തിരിച്ചറിവിൽ നിങ്ങൾ വളർന്നു വരുമ്പോഴാണ്, നിങ്ങൾ നിറഞ്ഞു വരുമ്പോഴാണ് സൽപ്രവൃത്തിക്ക് നിങ്ങൾ ഫലം കായ്ക്കും. സകല സൽപ്രവൃത്തിക്കും ഫലം കായ്ച്ച് ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ നിങ്ങൾ വളരും. എന്നിട്ട് പിന്നെ പുറത്തു വരുന്നതുകൊണ്ട് ഫലങ്ങൾ പുറത്തു വരികയാണ്. 11-ാം വാക്യം. ശ്രമമല്ല, ഫലങ്ങൾ പുറത്തു വരുവാണ്. നോക്കിയോ, 11-ാം വാക്യം. സകല സഹിഷ്ണുതയും. ആണ്ട കിടക്കുന്നു. സഹിഷ്ണുത വന്നു. ദീർഘക്ഷമ. ആണ്ടോ, ദീർഘക്ഷമ വന്നു. അവന്റെ മഹത്വത്തിന്റെ വല്ലഭം. അവന്റെ മഹത്വത്തിന്റെ വല്ലഭം വന്നു. അതിനൊത്തവണ്ണം പൂർണ്ണ ശക്തിയോടെ ബലപ്പെടുന്ന അവസ്ഥ വന്നു. ഇതൊക്കെ എങ്ങനെ വന്നു? നേരത്തെ ഉള്ള കാര്യം ഞാൻ പറയാം, എന്നിട്ട് ഇപ്പോൾ ഉള്ള കാര്യം പറയാം. നേരത്തെ എങ്ങനെയായിരുന്നു നോക്കി? സഹിഷ്ണുത എന്ന് പറയുന്നത് സാധനം അടുത്തിട്ടില്ലായിരുന്നു, സഹിഷ്ണുത ഇല്ലായിരുന്നു. പിന്നെ ക്ഷമയില്ല, പിന്നെ ദീർഘക്ഷമ. പക്ഷെ ഇപ്പോ എന്റെ ശ്രമം കൂടാതെ അതുണ്ടാകുന്നു. ഹല്ലേലൂയ. ക്ഷമ എന്ന വാക്ക് പറയുമ്പോഴെല്ലാം നിങ്ങൾ ഓർത്തോ മനുഷ്യൻ്റെയാ. ദീർഘക്ഷമ എന്ന വാക്ക് പറയുമ്പോഴെല്ലാം ഓർത്തോ ദൈവത്തിൻ്റെയാ. കേട്ടോ, ഒന്നുകൂടെ പറയാം. ക്ഷമ എന്ന വാക്ക് പറയുമ്പോഴെല്ലാം ഓർത്തോ മനുഷ്യൻ്റെയാ. ദീർഘക്ഷമ എന്ന വാക്ക് പറയുമ്പോഴെല്ലാം ഓർത്തോ ദൈവത്തിൻ്റെയാ. ഹല്ലേലൂയ. ഇപ്പം അവൻ്റെ പദം എനിക്ക് കിട്ടി, അവൻ്റെ ഗുണം എനിക്ക് കിട്ടി. എന്താ അവൻ്റെ ഗുണം? ദീർഘമായി ക്ഷമിക്കുന്നത് എനിക്ക് കിട്ടി. എന്നെ കൊണ്ട് അത് പറ്റി. എങ്ങനെ? വിത്ത് എൻ്റെ ഉള്ളിൽ വന്നു, വിത്തിൽ നിന്ന് പുറത്തു വന്ന ആ ദീർഘക്ഷമ. അല്ലാണ്ട് എനിക്ക് സഹിഷ്ണുതയൊന്നുമില്ല. തുറന്നു പറയാം. എന്നെ കേൾക്കുമ്പോൾ നിങ്ങൾ ഒരിക്കലും ചിന്തിക്കരുത്, ഈ ഫ്രണ്ട് നിൽക്കുന്ന ബ്രദർമാർ അവരെ ഒരു അമാനുഷ് സൂപ്പർമാന്മാരാ, ഒരു അമാനുഷ് ഇങ്ങനെയൊക്കെ എങ്ങനെയാണ് ജീവിക്കാൻ പറ്റുന്നത്? നിങ്ങൾ ജീവിക്കുന്ന പോലെ തന്നെയാണ് ജീവിക്കുന്നത്. ഒരു വ്യത്യാസവും ഇല്ല അതിന്. ആകപ്പാടെ ഉണ്ടായ ഒരു വ്യത്യാസം, നിങ്ങൾക്ക് ഒരാഴ്ച മുമ്പേ അകത്തുള്ള വിത്തിനെ ഒന്ന് തിരിച്ചറിഞ്ഞു. ഹല്ലേലൂയ. തിരിച്ചറിഞ്ഞു. അതങ്ങോട്ട് അറിഞ്ഞു കഴിഞ്ഞപ്പോഴാ സഹിഷ്ണുത പുറത്തു വന്നേ. അതങ്ങോട്ട് അറിഞ്ഞു കഴിഞ്ഞപ്പോഴാ ദീർഘക്ഷമ പുറത്തു വന്നേ. എന്നാ ബ്രദറെ പ്രതികരിക്കാൻ ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല ബ്രദറെ, പ്രതികരിക്കാനുള്ള വൈകാര്യത വരാഞ്ഞിട്ടുമല്ല. പിന്നെ എന്നാ പ്രതികരിക്കാത്തെ? വിത്ത് ഫലത്തെ പുറപ്പെടുവിക്കുക. തെങ്ങിന് മാങ്ങ കായ്ക്കാൻ പറ്റാത്ത പോലെ, പ്ലാവിന് തേങ്ങ കായ്ക്കാൻ പറ്റാത്ത പോലെ, തെങ്ങിന് ചക്ക കായ്ക്കാൻ കഴിയാത്ത പോലെ, ബ്രദറെ എൻ്റെ ഉള്ളിൽ വന്ന വിത്ത് ഇതാ എന്നിൽ നിന്ന് പുറത്തു കൊണ്ടിരുന്നേ. ഞാൻ പുറത്തു വന്നു കഴിയുമ്പോൾ ഞെട്ടുവാ. ദീർഘക്ഷമ എങ്ങനെയാ പുറത്തു വന്നേ? ദീർഘക്ഷമ പുറത്തു വന്നതല്ല, ദീർഘക്ഷമയെ പുറത്തു വരുത്തിയതാ. എങ്ങനെ? വിത്തിനാൽ പുറത്തു വരുത്തിയതാ. കരമടിച്ചൊന്ന് യേശുവിന് മഹത്വം കൊടുത്തോ. ഈ വിരൽ മുറിച്ച ശേഷമാണോ ഈ കാല് കൊണ്ട് നിലത്ത് ചവിട്ടി നടക്കാൻ വയ്യാത്ത സ്ഥിതിയിലായത്? എപ്പോഴാണ് ആ സ്ഥിതിയിലായത്? 4 വർഷമായിട്ട് എൻ്റെ ഈ വിരലിൻ്റെ അസ്ഥി എടുത്ത പിന്നെ ഈ വിരലിൻ്റെ അസ്ഥി എടുത്ത പിന്നെയാണോ ഈ നടക്കാൻ പ്രയാസമായത്? അതെ. ഇന്ന് എഴുന്നേറ്റ് നടക്കണ്ടേ? കാരണം പുതിയ അസ്ഥി യേശു സൃഷ്ടിക്കുകയല്ലേ. പുതിയ അസ്ഥി സൃഷ്ടിക്കും. പുതിയ അസ്ഥി സൃഷ്ടിക്കും. ഇവിടെ ഒന്നും സ്പർശനമില്ലല്ലേ? എവിടെ വരെയാ സ്പർശനമില്ലാത്ത? ഇവിടെ വരെ ഇല്ല. ഇവിടം വരെ ഇല്ല. ഇപ്പൊ സ്പർശനം തിരിച്ചു വരട്ടെ. ഇപ്പോൾ തന്നെ സ്പർശനം തിരിച്ചു വരട്ടെ. സ്പർശനം വന്നുകൊണ്ടിരിക്കുകയാണേ. സ്പർശനം താഴേക്ക് വന്നുകൊണ്ടിരിക്കുകയാണേ.
കണ്ടോണോ? യേശുവിൻ്റെ സ്പർശനം വന്നുകൊണ്ടിരിക്കുകയാണ്. കണ്ണടച്ചോ. ഇനി ഞാൻ തൊടുമ്പോൾ എത്ര പ്രാവശ്യം ഞാൻ തൊട്ടു എന്ന് പറയണേ. കാരണം ഇപ്പോൾ എനിക്ക് കർത്താവ് മനസ്സിലാക്കുന്നു ഇതിൻ്റെ താഴേക്ക് സ്പർശനം വന്നു എന്ന്. എനിക്കിപ്പോൾ അത് ടെസ്റ്റ് ചെയ്യണം, എന്നാലേ എനിക്ക് നിങ്ങളെ എഴുന്നേൽപ്പിക്കാൻ പറ്റുള്ളൂ, എഴുന്നേൽപ്പിച്ച് നടത്താൻ പറ്റുള്ളൂ. എത്ര പ്രാവശ്യം ഞാൻ തൊട്ടു? 2 പ്രാവശ്യം. വാ. ഇനി ഒരു ആളുടെ സഹായം കൂടാതെ ആ കാല് ചവിട്ടി ഇന്ന് നടക്കാൻ പോവാ കേട്ടോ. ആ കാല് ചവിട്ടി ഇന്ന് നടക്കാൻ പോവാ. വാ, ഒറ്റ പൊങ്ങലങ്ങ് പൊങ്ങിക്കോ. എന്തിനാ ധൈര്യത്തോടെ ഒറ്റ പൊങ്ങലങ്ങ് പൊങ്ങിക്കോ. ഒറ്റ പൊങ്ങിക്കോ. ആ കാല് തന്നെ പൊങ്ങണം. വാ. സ്റ്റെപ്പ് പോയി. ആ ആ ആ ആ ആ ആ ആ ഞാൻ വിട്ടേക്കട്ടെ. വിടണ്ടേ? നടക്കുവോ? ഉറപ്പാ? നടക്കും. ഉറപ്പാ? ഞാൻ വിടുവാ. വിട്ടു. പോട്ടെ.